ലോകത്തൊരുപാട് കാലഘട്ടം ധർമ്മം പഠിപ്പിച്ച ഒരു വെളിച്ചത്തിൻ്റെ മതമാണ് ഹിന്ദുമതം. ആ മതം ഇന്ന് വലിയൊരു ശതമാനം നിരീശ്വരവാദത്തിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 2050 ആകുമ്പോഴത്തേന് ലോകത്തെ ഏറ്റവും വലിയ നിരീശ്വരവാദ രാഷ്ട്രം ഇന്ത്യയായിരിക്കുമെന്നാണ് സോഷ്യോളജിയുടെ പല ഉന്നതന്മാരുടെയും അഭിപ്രായം. ലോകത്തെ ഏറ്റവും നിരീശ്വരവാദികൾ ഉണ്ടാകുന്ന രാജ്യം ഇന്ത്യയായിരിക്കും. ഹിന്ദുമതം എന്ന് പറഞ്ഞാൽ നല്ലൊരു മതമാണ്, അടിസ്ഥാനപരമായി നല്ല മതമാണ്. അടിസ്ഥാനമാണ് ഞാൻ ഈ പറയുന്നത്. ഒരു വലിയ കാലഘട്ടത്തിൽ ധർമ്മം സ്നേഹം ഒക്കെ പഠിപ്പിച്ചൊരു മതമാണത്. അതിൻ്റെയും ആഴത്തിൽ തൗഹീദുണ്ട്. അതിൻ്റെ ആഴത്തിൽ പിൽക്കാലഘട്ടത്തിൽ മാറിപ്പോയതാണ്. തൗഹീദ് നഷ്ടപ്പെട്ടാലും അവർ മനുഷ്യത്വം സൂക്ഷിച്ചു, നിരീശ്വരവാദത്തിനെതിരെ നിലകൊണ്ടു. നിരീശ്വരവാദം എന്നുള്ളത് ഒരിക്കലും അംഗീകരിക്കാൻ പോർച്ചുഗീസുകാർ വന്നപ്പോഴും പിന്നീട് ബ്രിട്ടീഷുകാർ വന്നപ്പോഴും ഒക്കെ ഹൈന്ദവ നേതാക്കളിൽ വലിയൊരു വിഭാഗവും ഭയപ്പെട്ടത് രാജ്യത്ത് നിരീശ്വരവാദം വ്യാപിക്കും എന്ന്. അവരെഴുതിയ ലേഖനങ്ങൾ ഇന്ന് ലഭ്യമാണ്. ഇന്ന് ആ മതം നിരീശ്വരവാദത്തിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വലിയൊരു ശതമാനം ഹൈന്ദവ സമൂഹം നിരീശ്വരവാദികളായിക്കൊണ്ടിരിക്കുകയാണ്. അത് വലിയ ദുരന്തമാണ്. കാരണം ലോകത്തെ ഒരു കാലഘട്ടത്തിൽ ധർമ്മം പഠിപ്പിച്ചൊരു മതമാണ് ഹിന്ദുമതം. നശിക്കാൻ പാടില്ലാത്തതാണ്. പിൽക്കാലഘട്ടത്തിൽ എന്ത് സംഭവിച്ചാലും ഞാൻ പറയുന്ന മനസ്സിലായി. ഞാൻ തിയോളജിയല്ല പറയുന്നത്. ഈ തിയോളജിയുടെയും അടിസ്ഥാനം തൗഹീദാണ്. പിൽക്കാലഘട്ടത്തിൽ മാറ്റപ്പെട്ടതായിരിക്കും. ഇനി ആ തിയോളജിയുടെ ശുദ്ധമായ തിയോളജിയെ നഷ്ടപ്പെട്ടാൽ പോലും അതിനെന്തുണ്ട്? അതിന് മൊറാലിറ്റി, ഒരു ധാർമ്മിക സ്ഥിരത, ധർമ്മം, സ്നേഹം, നന്മ, ഇതൊക്കെ ഉണ്ടായിരുന്നു. നിരീശ്വരവാദത്തിൽ ഒന്നും ഉണ്ടാവില്ല. അതിനൊരരിയാം നാസ്തിക്യം താൻ ദോഷം ലോകത്തിനഹോ തമസ്സാം അതിലടിപെട്ട ലകാല മൃത്യുഫലം എന്നാണ് ഉള്ളൂരിൻ്റെ കവിത. ഒരൊറ്റ മതമിൻ അതിനൊരരിയാം, അരി എന്ന് പറഞ്ഞ ശത്രു. അത് എവിടുന്നാണ് ആ കവിത വരുന്നതെന്ന് അറിയോ? ഒരൊറ്റ മതമുണ്ടുലകിന്നുയിരാം പ്രേമമതൊന്നല്ലോ പരക്യം നമ്മെ പാലമൃദൂട്ടും പാർവണ ശശിബിംബം. ഇതാണ് ആദ്യത്തെ വരി. ഒരൊറ്റ മതമുണ്ടുലകിന്നുയിരാം, പ്രേമമതൊന്നല്ലോ, ലോകത്തിന് ജീവൻ നൽകിയ ഒരു മതം പ്രേമമാണ്. ഒരൊറ്റ മതമുണ്ടുലകിന്നുയിരാം, പ്രേമമതൊന്നല്ലോ, പരക്കെ നമ്മെ പാലമൃദൂട്ടും പാർവണ ശശിബിംബം എന്ന് പറഞ്ഞിട്ട് അടുത്ത വരിയിൽ പിന്നെ പറയാണ് എന്ത്? 2, 3, 4 വരി തൊട്ടടുത്തൊരു ഓർമ്മയില്ല. അടുത്തൊരു വരി പറയുന്നത് എന്താ? അതിനൊരരിയാം, പ്രേമത്തിനൊരു ശത്രുണ്ട്, നാസ്തിക്യം, നിരീശ്വരവാദം. ഇത് ഉള്ളൂരിൻ്റെതാണ്. ഉള്ളൂർ എസ് പരമേശ്വരയുടെ കയ്യരുടെ കവിതയാണ്. പ്രേമം, സ്നേഹം, പരസ്പര പൊരുത്തം ഇതെപ്പോഴാണ് നഷ്ടപ്പെടുക? നിരീശ്വരവാദം വരുമ്പോൾ. ഞാൻ പറയല്ല, ഉള്ളൂർ പറയാണ്. അപ്പൊ ഈ നിരീശ്വരവാദം ഹിന്ദു സമൂഹത്തിൽ വന്നാൽ പിന്നെ ഇവിടെ ജീവിക്കാൻ കഴിയില്ല. കാരണം അവരുടെ തന്നെ നേതാക്കൾ ഇപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ത്? നിരീശ്വരവാദം വന്നാൽ എല്ലാവരും തമ്മിലുള്ള സഹകരണം നഷ്ടപ്പെടും. അതിനൊരരിയാം നാസ്തിക്യം താൻ ദോഷം, അത് സ്വയം തന്നെ ദോഷമാണ്. താൻ ദോഷൻ അതിനൊരരിയാം നാസ്തിക്യം താൻ ദോഷം ലോകത്തിനഹോ തമസ്സ മതിലടിപെട്ടാലകാല മൃത്യുഫലം. മരിക്കാതെ മരിച്ചു ഏൽപ്പെട്ടാൽ അത് വലിയ ഇരുട്ടാണ്, അത് തമസ്സാണ്, അത് ഇരുട്ടാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഇത് ഉള്ളൂരസ് പരമേശ്വരയ്യരുടെ കവിതയാണ്. അപ്പൊ ഞാനിത് പറയാനുള്ള കാരണം എന്താ? നമ്മൾ ഒരു ഭൂരിപക്ഷ സമൂഹം ഹിന്ദുക്കളാണ്. അവർ നിരീശ്വരവാദികളായാൽ ഈ രാജ്യത്തിൻ്റെ കഥ കഴിഞ്ഞു. ഇതുവരെ നമ്മൾ എല്ലാവരും ഇവിടെ സന്തോഷത്തിൽ ജീവിച്ചത് അവർ ഈശ്വര വിശ്വാസികളായതുകൊണ്ടാണ്. അവർ മുഹമ്മദീയരെ സ്വീകരിച്ചത് അവരാരായിരുന്നു? പറകുട്ടി. അവർ മുഹമ്മദീയരെ സ്വീകരിച്ചത് അവരാരായതുകൊണ്ടാണ്? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരാരായതുകൊണ്ടാണ്? ഈശ്വര വിശ്വാസികളാണ്. 14 നൂറ്റാണ്ട് മുമ്പ് സ്വഹാബികൾ വന്നപ്പോൾ കയ്യും കാട്ടി സ്വീകരിച്ചു. എന്തുകൊണ്ടാണ്? അവർ ഈശ്വര വിശ്വാസികളാണ്. ഈശ്വരൻ്റെ ഒരാളാണ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് അവർ ഇഷ്ടപ്പെട്ടത്. നിരീശ്വരവാദികളാണെങ്കിലോ അന്ന് അല്ലോടങ്ങുള്ളൂ.
ഇന്നലെ മിനിഞ്ഞാന്ന് ഓണത്തെക്കുറിച്ച് വില്യം ലോഗൻ്റെ ഒരഭിപ്രായം ലോഗൻ സാഹിബിൻ്റെ മലബാർ മാനുവലിൽ എഴുതിയിട്ടുണ്ട്. ഓണത്തിന് ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. ഒരൈതിഹ്യം, മാവേലി എന്ന് പറയുന്ന ആൾ ചക്രവർത്തി പെരുമാളാണ്. ചക്രവർത്തി പെരുമാൾ മുഹമ്മദ് നബിയെ കാണാൻ വേണ്ടി മക്കത്തേക്ക് പോയതിൻ്റെ അനുസ്മരണമാണ് എന്ത് ഓണം എന്ന് വില്യം ലോഗൻ്റെ മലബാർ മാനുവൽ. അങ്ങനെയും ഐതിഹ്യമുണ്ട്. ഇവിടെ മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് പറഞ്ഞ മാവേലി ആരാണ്? ചക്രവർത്തി പെരുമാളായിരുന്നു ആ മാവേലി എന്നും. ആ മാവേലിയാണ് എന്ത് അറേബ്യയിലേക്ക് ആരെ കാണാൻ പോയത്? മുഹമ്മദ് നബിയെ കാണാൻ പോയി, താജുദ്ദീൻ എന്ന പേര് സ്വീകരിച്ച് മുസ്ലിമായത് എന്നും അഭിപ്രായമുണ്ട്. ഇന്റെ വകയല്ല, ലോഗൻ സാഹിബിന്റെ മലബാർ മാനുവൽ. അവിടുന്നാണ് ഞാൻ ഈ വായിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് അവരെ നന്മ? പിന്നീട് സ്വഹാബികളെ ഇങ്ങോട്ട് അയച്ചു, അവരൊക്കെ സ്വീകരിച്ചു. പള്ളികൾ, അടിസ്ഥാന പള്ളികളുടെ സ്ഥലം മുഴുവനും വഖഫ് കൊടുത്തതാരാ? എന്താ പറയുന്നത്? ഞാൻ ഈ കഴിഞ്ഞ ഒരു പ്രഭാഷണത്തിലുണ്ട്, നമ്മളെ തിരുദൂതർ എന്ന പുസ്തകത്തിലുണ്ട്. ഇസ്ലാമിലെ ആദ്യത്തെ വഖഫ് ആരുടേതാണ്? ഒരു ജൂതറാബിയുടേതാണ്. ആദ്യത്തെ വഖഫ് അതാണ്. വളരെ പഠിക്കണം, ആ പുസ്തകം പഠിക്കണം. ഈ ഭൂമിയിൽ അതിന് സമാനമായൊരു പുസ്തകം ഇറങ്ങിയിട്ടില്ല. അതൊരു വലിപ്പത്തരം പറയല്ല, അതൊരു തൗഫീഖാണ്. എന്തെങ്കിലും പറഞ്ഞ ആ പുസ്തകം വായിക്കാതിരിക്കരുത്. എല്ലാവരോടും ഞാൻ അപേക്ഷിക്കുകയാണ്. ഞാൻ ലീഗിനെതിരാണ്, ഞാൻ കോൺഗ്രസിനെതിരാണ്, ഞാൻ തങ്ങൾക്കെതിരാണ്, ഞാൻ മൗലിയർക്കെതിരാണ്, ഞാൻ ബീവിക്കെതിരാണ് എന്നൊക്കെ പറഞ്ഞ് പുസ്തകം വായിക്കാതിരുന്നാൽ നിങ്ങൾക്ക് നഷ്ടം വരും. അതൊന്നും പറഞ്ഞ് അതൊക്കെ വേറെ, അതൊക്കെ ഞാൻ എതിരാണ്, അനുകൂലമാണ്, അതൊന്നും വിഷയാക്കണ്ട. ഞാൻ ആർക്കും എതിരുമല്ല, അനുകൂലമല്ല. എതിരാവുമ്പോൾ എതിരാവും, അനുകൂലവും അനുകൂലവും, അത്രയേ ഉള്ളൂ. അതൊന്നും ഇതേറ്റ് കണക്കാക്കണ്ട. എന്ത് അള്ളാഹിൻ്റെ ഒരു തൗഫീഖാണ്. ആ പുസ്തകം ഒരു പരസ്യമാകേണ്ടതും ഒളിച്ചു വച്ചതുമായ ഒരു കാര്യത്തെ പരസ്യമാക്കുകയാണ്. അതറിഞ്ഞേ മതിയാവും. ഇന്ന് പ്രത്യേകിച്ചും പണ്ടതറിയേണ്ട ഈ പുസ്തകത്തിന് സമാനമായൊരു പുസ്തകം ഈ ഭൂമിയിൽ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ഇതൊക്കെ എന്തെങ്ങനെ പറയണത്? അത്രയും പഠിച്ചിട്ടാണ് ആ പുസ്തകം എഴുതി. അല്ല, ഞാൻ അത് പറയാനുള്ള കാരണം എന്താണെന്നറിയോ? ഇപ്പം ഇവിടെ പോർച്ചുഗീസുകാരാണ് ആദ്യമല്ല. പോർച്ചുഗീസുകാർക്കെതിരെ എല്ലാവരും ഒന്നാ. തച്ചോളി ഒതേനൻ പോർച്ചുഗീസുകാർക്കെതിരാ. തച്ചോളി ഒതേനനും കുഞ്ഞാലി മരക്കാരും ഒറ്റ അളവില. പക്ഷെ ഒതേനന്മാർ അവർ ഹൈന്ദവ സമൂഹം, നായർ പടയാളികൾ കടലിൽ യുദ്ധം ചെയ്യൂല. അവരെവിടെ ചെയ്യുള്ളൂ? കരയിൽ. അതുകൊണ്ടാണ് അവർ പള്ളി കാത്തത്. പള്ളി കടലിലല്ലോ. കുഞ്ഞാലി മരക്കാരെ പട്ടാളം എവിടെ യുദ്ധം ചെയ്തു? കടലില്. അതൊക്കെ പഠിക്കണം. അതിന്റെ സമൂഹത്തിന്റെ ഒരു ആ കാലഘട്ടത്തിന്റെ രീതിയാണ്. ഇന്ന് ചെയ്യൂലെന്നല്ല, ഇന്നിപ്പോ അവര് ഇന്ന് ചെയ്യൂലെന്നല്ല, അന്ന് അങ്ങനെയാണ്. എന്തുകൊണ്ട്? കടൽ മാർഗം വന്നൊരു ശത്രു വരാനില്ല. കടൽ മാർഗം വന്ന ആദ്യത്തെ ശത്രുവാണ് ആര്? പോർച്ചുഗീസുകാർ. മലയാളക്കരയിലേക്ക് കടൽ മാർഗം വന്ന ആദ്യത്തെ ശത്രു പോർച്ചുഗീസുകാർ. ഭക്ഷണമുണ്ടാക്കി, കുഞ്ഞാലിയുടെ പട്ടാളത്തിന് കടലിലേക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഹൈന്ദവ സഹോദരിമാർ മത്സരിക്കുന്ന ചരിത്രം ആ പുസ്തകത്തിൽ. എന്നല്ല, തമിഴ്നാട്ടിൽ കുഞ്ഞാലിയെ ക്ഷേത്രത്തിൽ വെച്ച് ആരാധിക്കുന്ന സംഭവം ആ പുസ്തകത്തിൽ. ഹിന്ദുക്കൾ ഒരു അവതാര പുരുഷനെ പോലെ ആരാധിക്കുന്നു. ഞാൻ ശരി തെറ്റ് പറയല്ല. ഈ വൈദേശിക ശക്തികൾക്കെതിരെ യുദ്ധം ചെയ്യാണ്. എന്തുകൊണ്ട്? ഈ വൈദേശിക ശക്തി പറഞ്ഞാൽ വിദേശത്തുനിന്ന് വന്നവരെ സ്വീകരിക്കാത്തവരല്ല ഹിന്ദുക്കൾ. കുഞ്ഞാലി മരക്കാരുടെ വാപ്പാടെ വാപ്പ ആരാ? ആരാണ്? അവർ റാവുത്തരാണ്. എവിടുന്ന് വന്ന? തുർക്കിയിൽ നിന്ന് വന്ന. മനസ്സിലായില്ല? തുർക്കിയിൽ നിന്ന് വന്ന് കോഴിക്കോട്ട് അരിക്കച്ചവടം നടത്തിയിരുന്ന കുടുംബത്തിൽപ്പെട്ട ആളാണ് ആര്? കുഞ്ഞാലി. മനസ്സിലായില്ല? കുഞ്ഞാലി മരക്കാരുടെ വല്ലിപ്പ എന്ന് പറഞ്ഞാൽ തുർക്കിയിൽ നിന്ന് വന്ന് കേരളത്തിൽ സെറ്റിലായ ആളാണ്. അവർക്കെതിരെ യുദ്ധം ചെയ്തിട്ടില്ല. എന്തുകൊണ്ട്? അവർ ഈ രാജ്യത്തെ സംസ്കാരം നശിപ്പിക്കാൻ വേണ്ടി വന്നതല്ല. ഈ രാജ്യത്തോട് താതാത്മ്യപ്പെട്ട് നന്മ ചെയ്ത് ഈശ്വരവിശ്വാസികളായി ഇവിടെ ജീവിച്ചവരാണ് അവരും ഹിന്ദുക്കളൊക്കെ. പക്ഷെ പ്രശ്നം എന്താണെന്നറിയോ? പോർച്ചുഗീസുകാർ വരുന്നതോടുകൂടെ ഇവിടെ എന്തില്ലാതെയാകും? ഈശ്വരവിശ്വാസം ഇല്ലാതെയാവും. ഈശ്വരവിശ്വാസം ഇല്ലാതെയായാൽ എല്ലാം തകരും.
നിലവിലുള്ള പ്രശ്നം എല്ലാവരും മനസ്സിലാക്കണം. അതിൽ ഹൈന്ദവ, ക്രൈസ്തവ, മുസ്ലിം നേതാക്കന്മാർ ഒന്നിച്ചിരുന്ന് തീരുമാനം ഉണ്ടാക്കണം. എന്തുകൊണ്ട്? നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഈ പൊളിറ്റിക്കൽ പ്രശ്നമല്ല, പിന്നെന്താണ്? നമ്മുടെ സംസ്കാരം നശിക്കാണ്. ലിബറലിസം 1000 കുതിര ശക്തിയിലല്ല ഇന്ത്യയിൽ വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു മുസ്ലിങ്ങൾക്ക് മാത്രം ചെയ്യാൻ കഴിയില്ല. മുസ്ലിങ്ങൾ ബോധവാന്മാരുമല്ല. ഏതെങ്കിലും സാധുക്കളായ യുവാക്കൾ അതിനെതിരെ ചില പ്രഭാഷണങ്ങളോ മറ്റോ നടത്തുന്നില്ല എന്നല്ല. ഇതിൽ ജാഗരൂകരാകേണ്ടത് നേതൃത്വമാണ്. രാജാക്കന്മാർ ചരിത്രം സൃഷ്ടിക്കുന്നു എന്നാണ് ലിയോ ടോൾസ്റ്റോയ് പറഞ്ഞത്. രാജാക്കന്മാർക്കേ ചരിത്രം സൃഷ്ടിക്കാൻ കഴിയൂ. ഇന്നത്തെ രാജാക്കന്മാരാരാ? ഈ നേതൃത്വം. അവർ ജാഗരൂകരല്ല. ഇതൊക്കെ വളരെ തല കൊടുത്ത് ചിന്തിക്കണം. അതായത് ഇന്ന് ഹൈന്ദവ, ക്രൈസ്തവ, മുസ്ലിം നേതാക്കന്മാർ ലിബറലിസത്തിനെതിരെ ഒന്നിക്കണം. എന്തുകൊണ്ട്? അത് വന്നാൽ ഇവിടെ എന്ത് വളരും? നിരീശ്വരവാദം വളരും. നിരീശ്വരവാദം വളർന്നാൽ എല്ലാ നന്മയും നഷ്ടപ്പെട്ടു. എല്ലാ നന്മയും നഷ്ടപ്പെട്ടു.